4 മാസം കൊണ്ട് സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ ഗവൺമെന്റിന് LDF ഗവൺമെന്റിന് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. കബളിപ്പിക്കപ്പെട്ടു, അത് തന്നെ, ഞാൻ കബളിപ്പിക്കപ്പെട്ടു. ഓരോ ചില കേസ് ഒതുക്കാനും കഴിയും, വേണമെങ്കിൽ പൊന്തിക്കാനും ചെയ്യും. എന്നെ പറ്റി മുഴുവനാണ് അന്വേഷിച്ചത്, യാതൊരു വിരോധവുമില്ല. പക്ഷേ സമൂഹം രക്ഷപ്പെടണം. എനിക്കിപ്പോ ഈ കേസിനെ പറ്റി എന്താണെന്നൊന്നും അറിയില്ല. അവര് പൈസ തന്നു, ഞാൻ പറഞ്ഞു. സംഭവം ഞാൻ പോയത് തന്നെയാണ്. പൈസ കണ്ട് എന്റെ കണ്ണിൽ ഇഞ്ചിപ്പോയി എന്നല്ലാതെ അന്വേഷണം വന്നാലേ ഞാൻ പറയൂ. അതാണ് യഥാർത്ഥം. ഞാൻ ഈ പൈസക്ക് വേണ്ടിയാണ് സത്യത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് തന്നെ. അത് കോടതി എനിക്ക് എന്ത് ശിക്ഷ തരാണ് ഞാൻ ഏൽക്കാൻ തയ്യാർ. പെട്ടെന്ന് ചെല്ലണം കമ്മീഷൻ ഓഫീസിലേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയി. അപ്പൊ റെജിനെ ഇങ്ങനെ പറയണം, ഞാൻ അങ്ങനെ കുഞ്ഞാലിക്കുട്ടീനെ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടില്ല, പോയിട്ടില്ല, ബാക്കി എല്ലാരെ പേരും പറഞ്ഞോളി, ഈ ആളെ പേര് മാത്രം പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ സുബൈദ എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ ഉണ്ട്, അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പണിയെടുത്തത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് റെജീന താമസിക്കുന്ന വീട് നിങ്ങളൊക്കെ കണ്ടു കാണും, പലവരെങ്കിലും ഫോട്ടോയിലൊക്കെ കണ്ടു കാണും. അത് ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നെ അങ്ങനൊന്നും വീഴ്ത്താൻ കഴിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഇവളിങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ പേടിപ്പിക്കുമ്പോൾ കാശ് കൊടുക്കുകയായിരുന്നല്ലോ അദ്ദേഹം. ഞാൻ അറിഞ്ഞും അറിയാതെയും വഴിവിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാത്ത ആളാണ് ഞാൻ, അറിയോ? വിരലുമ എണ്ണിയാൽ അതിലധികം പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേസിൽ 5 ആളെ വന്നിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിലില്ലാത്തവർക്കും, കാരണം ഓരോരുത്തർ വന്ന് നിങ്ങൾ അവർക്ക് കൊടുത്തില്ല, ഞങ്ങൾക്ക് എന്താ തരാഞ്ഞെന്ന് പറയുമ്പോൾ എന്നാ അവർക്കും കൊടുത്തേക്ക് എന്ന് പറയും, കൊടുക്കും. ഇനി ലക്ഷങ്ങൾ തന്നാല് ഈ കാര്യം പറഞ്ഞു തന്നെയാ ഇനി ഞാൻ പറയുള്ളൂ. വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. കാരണം പൈസ കണ്ടിട്ട് പൈസന്റെ ആർത്തിയോണ്ട് മൊഴി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവം എനിക്ക് ശിക്ഷ തരും. പക്ഷെ ഈ സംഭവം സത്യം, ഞാനിങ്ങനെ പോയിട്ടുണ്ട്.